ഓക്കെ, നെക്സ്റ്റ് ടൈലേഴ്സ് തിയറം. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ റിയൽ അനാലിസിസിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു തിയറാണ്. സോ തിയറം ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. നിങ്ങൾക്ക് ആദ്യം ഇത് കാണുമ്പോൾ കാര്യമായിട്ട് ഒരു ഐഡിയയും കിട്ടില്ല. പക്ഷേ എന്താണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ നമുക്ക് സപ്പോസ് എഫ് ഇസ് എ റിയൽ ഫംഗ്ഷൻ ഓൺ ക്ലോസ് ഇന്റർവെൽ എ ബി ആൻഡ് ഇസ് എ പോസിറ്റീവ് ഇൻറ്റിജർ എഫ് എൻ മൈനസ് വൺ, അതായത് എഫിൻ്റെ n-1th ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ് ഇന്റർവെൽ എ ബി ആണ് എഫ് എൻ ഓഫ് ടി എക്സസ്, അതായത് എഫിൻ്റെ nth ഡെറിവേറ്റീവ് എക്സസ് ടി. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫിക്സഡ് വാല്യൂ ആയിരിക്കാം, n 10 ആണെങ്കിൽ അതിൻ്റെ 10th ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷനെ നമ്മൾ 10 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടണം എക്സസ് ഫോർ എവറി ടി എലമെന്റ് ഓഫ് ഓപ്പൺ ഇന്റർവെൽ എ ബി. ലെറ്റ് ആൽഫ ആൻഡ് ബീറ്റ ബി ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സ് സച്ച് ദാറ്റ് പി ഓഫ് ടി ഒരു പോളിനോമിയൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ പോളിനോമിയൽ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇതൊരു പോളിനോമിയൽ ആണെന്നുള്ളത് മാത്രം മനസ്സിലാക്കുക. കാരണം ഇവിടെ സിഗ്മ നൊട്ടേഷനിലാണ് എഴുതിയത്. അപ്പോൾ സിഗ്മ കെ ഇസ് ഈക്വൽ ടു 0 to n-1. അപ്പോൾ അവിടെ n-1 വരെയുള്ള ടേംസ് ഉണ്ട്. ഇനി കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ടി പി ഓഫ് ടി ഇവിടുത്തെ വേരിയബിൾ ടി ആണ്, ടി മൈനസ് ആൽഫ ഹോൾ റൈസ് ടു കെ. അപ്പോൾ കെയുടെ വാല്യൂസ് നമ്മൾ ഓരോന്ന് കൊടുക്കുമ്പോൾ 0 തൊട്ട് n-1 വരെ കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ 0 തൊട്ട് n-1 വരെയുള്ള പവേഴ്സ് കിട്ടും. അപ്പോൾ ആ കോയിഫിഷ്യൻ്റിൽ അതിൻ്റെ ഒരു എന്താ പറയുക കോയിഫിഷ്യൻ്റ് ഉണ്ടാവില്ലേ, സോറി ആ പോളിനോമിയലിൽ നിങ്ങൾ ഈ ടേമിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് ഇവിടെയുള്ള ഈ എഫ് റൈസ് ടു കെ ആൽഫ ബൈ കെ ഫാക്ടോറിയൽ. ഇതൊന്നും നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവില്ല. ഞാൻ ആ തിയറം കംപ്ലീറ്റ് എന്താണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത് ഇങ്ങനെ കുറച്ച് വേറെ കാര്യം പറയുന്നത് എഫ് ഓഫ് ബീറ്റ ഇസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതാം. എല്ലാം ഞാൻ കാര്യങ്ങൾ കൃത്യമായിട്ട് ഇനി നമുക്ക് ഈ തിയറം എന്താണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ നമ്മൾ ഈ തിയറം നമ്മുടെ കയ്യിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ എഫ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ്, ഏതോ ഒരു ഫംഗ്ഷൻ. ഇതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഈ എഫിനെ ഒരു പോളിനോമിയൽ ആയിട്ട് എഴുതാൻ കഴിയുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് പോളിനോമിയൽ ആയിട്ട് എഴുതുക എന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു പോളിനോമിയൽ ആയിട്ട് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ നമ്മളെ എഫ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ആണെന്ന് വിചാരിക്കുക. സൈൻ എക്സ് ഒരു പോളിനോമിയൽ അല്ലേ. പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഈ ഫോമിലുള്ള ആളാണ് a0 + a1x + a2x² + etc. up to an x raised to n. ആ ഫോമിലുള്ളതാണ് പോളിനോമിയൽ. അപ്പോൾ സൈൻ എക്സ് ഒരു പോളിനോമിയൽ അല്ല. പക്ഷേ നമ്മൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ സൈൻ എക്സിനെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പോളിനോമിയൽ ആയിട്ട് എഴുതാൻ കഴിയുമോ, അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആവുന്നില്ല, അറ്റ്ലീസ്റ്റ് അതിൻ്റെ അടുത്തുള്ള ഒരു വാല്യൂ ആയിട്ടെങ്കിൽ ഇങ്ങനെ എഴുതാൻ കഴിയുമോ എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കുക. സോ നമ്മൾ ടൈലേഴ്സ് തിയറം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്നാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു പോളിനോമിയൽ ആയിട്ട് എഴുതാൻ കഴിയുമോ, പോളിനോമിയൽസിൻ്റെ ടേംസിലേക്ക് നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ നമ്മൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഈ ഫോമിലുള്ള ആളല്ലേ a0 ഒരു കോൺസ്റ്റന്റ് ടേം ഉണ്ടാവും, പ്ലസ് എക്സിൻ്റെ ഒരു ടേം ഉണ്ടാവും, എക്സെട്രാ അപ് ടു nth ഡിഗ്രി ആണെങ്കിൽ x റൈസ് ടു n ന്റെ ഒരു ടേം ഉണ്ടാവും അല്ലേ. അപ്പോൾ ഒരു പോളിനോമിയലിന് ബേസിക്കലി ഉള്ള ക്വാളിറ്റീസ് എന്ന് പറയുകയാണെങ്കിൽ ഏത് പോളിനോമിയലിനെയും നമുക്ക് എത്ര തവണ വേണമെങ്കിലും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. മാത്രമല്ല ഡെറിവേറ്റീവ്സ് എല്ലാം കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ സെയിം പ്രോപ്പർട്ടി തന്നെ നമ്മൾ എഫിനും ഉണ്ടോ എന്നുള്ള എഫിന് ഒരു പോളിനോമിയൽ ആയിട്ട് എഴുതണമെങ്കിൽ നമ്മൾ ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എഫിന് ഈ ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം. അതായത് എഫിന് നമുക്ക് n ടൈംസ് എങ്കിലും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കഴിയണം. മാത്രമല്ല അതിൻ്റെ ഈ n-1th ഡെറിവേറ്റീവ് ഇല്ലേ, അതായത് ഫസ്റ്റത്തെ ഡെറിവേറ്റീവ് എഫ് ഡാഷ്, സെക്കൻഡ് ഡെറിവേറ്റീവ് എഫ് ഡബിൾ ഡാഷ് എക്സെട്രാ അപ് ടു n-1th ഡെറിവേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം കണ്ടിന്യൂസും ആയിരിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് കണ്ടീഷൻ. സോ അതുകൊണ്ടാണ് നിങ്ങൾ ടൈലേഴ്സ് തിയറത്തിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. Suppose f is a real function, n is a positive integer, f raised to n-1 is continuous on ab and f n of t, അതായത് nth ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് കണ്ടിന്യൂസ് ആവുന്നില്ല. അതിന്റെ തൊട്ട് മുന്നിലുള്ള ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ആണ്. എഫ് എൻ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആയിരിക്കും. ഇനി ഇത് കണ്ടിന്യൂസ് ആണെന്ന് മാത്രമല്ല, ഇത് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിന്റെ മുന്നിലുള്ള എല്ലാവരും കണ്ടിന്യൂസ് ആയിരിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പോളിനോമിയലിനുള്ള ക്വാളിറ്റി. അതിന്റെ n-1th ഡെറിവേറ്റീവുകളെല്ലാം എക്സിസ്റ്റ് ചെയ്യും, അത് കണ്ടിന്യൂസ് ആയിരിക്കും, nth ഡെറിവേറ്റീവ് ഒക്കെ എല്ലാം എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത്രയെങ്കിലും ക്വാളിറ്റി എന്തിനുണ്ടായിരിക്കണം, എഫിന് ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു തിയറം ഇങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി എന്താണ് ഈ പി ഓഫ് ടി എന്നുള്ളത് പറയാം. സോ നമ്മൾ എന്താ നോക്കുന്നത്, എഫിനെ നിങ്ങൾക്ക് ഒരു പോളിനോമിയൽ ആയിട്ട് എഴുതാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആ പോളിനോമിയൽ പി എഫ് എക്സ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ വേണ്ടത് ഈ പിയുടെ ആൽഫ എന്ന് പറഞ്ഞാൽ എയുടെയും ബിയുടെയും, ഇപ്പോൾ നമ്മൾ എഫ് ഉള്ളത് ക്ലോസ് ഇന്റർവെൽ എ ബിയിലാണ്, അതിൻ്റെ ഇടയിലുള്ള ഒരു വാല്യൂ ആണ് ആൽഫ എന്ന് വിചാരിക്കുക. സോ എയുടെയും ബിയുടെ ഇടയിലുള്ള വാല്യൂ ആണ് ആൽഫ. അങ്ങനെയാണെങ്കിൽ ഈ പിയുടെ ആൽഫയിലുള്ള വാല്യൂ എഫിൻ്റെ ആൽഫയിലുള്ള വാല്യൂ സെയിം ആയിട്ട് വരണം. നമ്മൾ പുതിയൊരു പോളിനോമിയൽ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ആൽഫയിലുള്ള ഇവരുടെ വാല്യൂ എങ്കിലും സെയിം ആയി വരണം. അതുമല്ല നെക്സ്റ്റ് ഡെറിവേറ്റീവ് നോക്കുക, എഫ് ഡാഷിൻ്റെ ആൽഫയിലുള്ള വാല്യൂ പി ഡാഷിൻ്റെ ആൽഫയിലുള്ള വാല്യൂ സെയിം ആയിട്ട് വരണം, എക്സെട്രാ അപ് ടു എഫ് n-1ന്റെ ആൽഫയിലുള്ള വാല്യൂ പി റൈസ് ടു n-1, അതായത് പിയുടെ n-1th ഡെറിവേറ്റീവിൻ്റെ ആൽഫയിലുള്ള വാല്യൂ സെയിം ആയിട്ട് വരണം. അപ്പോൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന പോളിനോമിയൽ പിക്ക് ആദ്യം ഇങ്ങനെയുള്ള ഒരു ക്വാളിറ്റി ഉള്ള ആളായിരിക്കണം പി. അതായത് പിയുടെ പി ഡാഷിൻ്റെ പി ഡബിൾ ഡാഷ് എക്സെട്രാ ടു പി റൈസ് ടു n-1 എന്ന് പറയുന്ന എല്ലാ ഡെറിവേറ്റീവ്സിൻ്റെ ആൽഫയിലുള്ള വാല്യൂ എഫിൻ്റെ ആൽഫയിലുള്ള വാല്യൂ ആയിട്ട് ഈക്വൽ ആയിരിക്കണം. നമ്മൾ ശരിക്കും കൺസ്ട്രക്ട് ചെയ്യുന്ന ഈ പിയും എഫും എഫിനെ പി എന്ന് പറഞ്ഞ പോളിനോമിയൽസിൻ്റെ ടേമിൽ എഴുതണം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സാധാരണ നമ്മൾ ഒരു പോളിനോമിയൽ എങ്ങനെ എഴുതുക, a0 + a1x + etc. up to a raised to n-1 x raised to n-1. p എന്ന് നമ്മൾ പറയുന്നത് ഒരു n-1 ഡിഗ്രിയുള്ള പോളിനോമിയൽ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സാധാരണ നമ്മൾ പോളിനോമിയൽ ഇങ്ങനെയല്ല എഴുതുക. പക്ഷേ നമ്മൾ ഈ പോളിനോമിയൽ എഴുതുമ്പോൾ പിയുടെ ആൽഫയിലുള്ള വാല്യൂ, അതായത് എക്സിന് ഒരു ആൽഫ എന്ന് കൊടുത്താൽ നമ്മൾ ഈ ടേംസ് എല്ലാം ഒഴിവാക്കണം. അതായത് എക്സിൻ്റെ ടേം, എക്സ് സ്ക്വയറിൻ്റെ ടേം, എക്സെട്രാ x raised to n-1ന്റെ ടേം, ഇവരെല്ലാം ഒഴിവായി പോകണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇങ്ങനെ എഴുതുന്നതിന് പകരം, മുകളിൽ എഴുതി ഇങ്ങനെ എഴുതുന്നതിന് പകരം നമ്മൾ പി എഫ് എക്സിന് ഇങ്ങനെ എഴുതും. ആദ്യം കോൺസ്റ്റന്റ് ടേം പ്ലസ് a1 ഇൻറ്റു നെക്സ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എക്സ് അല്ല എക്സ് മൈനസ് ആൽഫ. ഇതിന്റെ ഗുണം എന്താ, എക്സിന് ഒരു ആൽഫ എന്ന് കൊടുത്താൽ ഇത് ആൽഫ മൈനസ് ആൽഫ ഈ ടേം പോയി പോകില്ലേ. അപ്പം പി ഓഫ് ആൽഫ ഞാൻ ഫൈൻഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ഈ ടേം പോകും അല്ലേ. നെക്സ്റ്റ് ടേം ഞാൻ അടുത്ത പേജിലാണുള്ളത്, a2 x raised to x minus alpha whole square. Again x and alpha എന്ന് കൊടുത്താൽ ഈ ടേമും പോയി പോകും, എക്സെട്രാ അപ് ടു n-1th ഡിഗ്രി വരുന്ന ടേമിനെ ഞാൻ ഇങ്ങനെ എഴുതും, a n-1 x minus alpha whole raised to, സോറി ഇവിടെ 2 എന്നല്ല, whole raised to n-1 എന്നാണ്, whole raised to n-1. അപ്പോൾ ഇങ്ങനെ ഞാൻ എഴുതി. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഞാൻ പി എഴുതിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പി ഓഫ് എക്സ് ഈക്വൽ ടു ഒരു പോളിനോമിയലാണ് പി ഓഫ് എക്സ്, n-1th ഡിഗ്രിയാണ്. മാത്രമല്ല അതിൻ്റെ ഈ a1 a2 ഇതിൻ്റെ എല്ലാ ടേംസ് നമ്മൾ എക്സിന് പകരം ആൽഫ എന്ന് കൊടുത്താൽ ഒഴിവായി പോകുന്ന രീതിയിലാണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ എന്നൊക്കെ എഴുതുന്നതിന് പകരം നമ്മൾ എക്സ് മൈനസ് ആൽഫ സ്ക്വയർ എക്സെട്രാ അപ് ടു ആ ഫോമിൽ നമ്മൾ ഈ പോളിനോമിയലിനെ എഴുതുക.
ഇനി ഞാൻ പറയട്ടെ, അപ്പോൾ ഞാൻ ഈ ഫോമിൽ പോളിനോമിയലിനെ എഴുതി കഴിഞ്ഞാൽ അതായത് ഇതാണ് എൻ്റെ പി എഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് പി എഫ് എക്സ്. അപ്പോൾ പി എഫ് ആൽഫ എന്ന് പറഞ്ഞാൽ എന്താ വരിക? പി എഫ് ആൽഫ എന്ന് പറഞ്ഞാൽ എക്സിന് ഒരു ആൽഫ കൊടുക്കണം അല്ലേ? അപ്പോൾ നമ്മൾ ഈ ടേംസ് A1 ടേം A2 ടേം എല്ലാം ക്യാൻസൽ ആയിപ്പോൾ, ബാക്കിയുള്ള എന്താ A0. പക്ഷേ നമ്മൾ എന്ത് പി എഫ് ആൽഫ എന്ന് പറഞ്ഞാൽ ആർക്ക് ഈക്വൽ ആവണം? എഫ് ഓഫ് ആൽഫയ്ക്ക് ഈക്വൽ ആവണം. ഇങ്ങനെയാണ് നമ്മൾ പി കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ പി എഫ് ആൽഫ എഫ് ഓഫ് ആൽഫ ഈക്വൽ ആകണമെങ്കിൽ A0 എന്നുള്ളതിൻ്റെ വാല്യൂ എന്താ എടുത്താൽ മതി? എഫ് ഓഫ് ആൽഫ എന്ന് എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇവിടെയുള്ള ഫസ്റ്റ് കോൺസ്റ്റന്റിന്റെ വാല്യൂ എനിക്ക് എന്ത് കിട്ടി? A0 എന്തായിരിക്കണം? A0ന്റെ വാല്യൂ എഫ് ഓഫ് ആൽഫ ആയിരിക്കണം. നെക്സ്റ്റ് A1 എന്ന് പറയുന്ന കോൺസ്റ്റന്റിന്റെ വാല്യൂ നമുക്ക് ഫൈൻഡ് ചെയ്യാം. അപ്പോൾ A1 ഫൈൻഡ് ചെയ്യുമ്പോഴേ നമ്മൾ ആദ്യം തന്നെ പി എഫ് എക്സ് കൺസിഡർ ചെയ്യാം. പി എഫ് എക്സ് ഈക്വൽ ടു ഇതല്ലേ? ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? പി ഡാഷ് ഓഫ് എക്സ് A0ന്റെ ഡെറിവേറ്റീവ് 0. A1 ഇൻറ്റു എക്സ് മൈനസ് ആൽഫയുടെ ഡെറിവേറ്റീവ് എന്താ? A1 ഇൻറ്റു എക്സ് മൈനസ് ആൽഫയുടെ ഡെറിവേറ്റീവ് 1 ആണ്. പ്ലസ് A2 ഇൻറ്റു എക്സ് മൈനസ് ആൽഫ ഹോൾ സ്ക്വയറിലതോ A2, അതായത് A2 ഇൻറ്റു എക്സ് മൈനസ് ആൽഫ ഹോൾ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2 ഇൻറ്റു എക്സ് മൈനസ് ആൽഫ എന്നല്ലേ വരിക? അപ്പോൾ അതെല്ലാം കൂടെ 2A2 എക്സ് മൈനസ് ആൽഫ എന്ന് വരും. ഈ ടേമിൻ്റെ ഡെറിവേറ്റീവ് A3 ഇൻറ്റു 3 എക്സ് മൈനസ് 3 ആൽഫ ഹോൾ സ്ക്വയർ. അപ്പോൾ ഈ ടേമിൻ്റെ ഡെറിവേറ്റീവ് ഇങ്ങനെ വരും അല്ലേ? ഇനി നിങ്ങൾ നോക്ക്, ഇവിടെ നമ്മൾ പി ഡാഷ് ഓഫ് ആൽഫ ഫൈൻഡ് ചെയ്യുകയാണെങ്കിൽ എക്സിന് പകരം ഞാൻ ആൽഫ എന്ന് കൊടുത്താൽ ഈ ടേം പോകും. അങ്ങനെ ഇവിടെയുള്ള ബാക്കിയുള്ള എല്ലാ ടേംസും പോലെ ബാക്കിയുള്ളത് എന്താ ഉണ്ടാവും? A1 മാത്രം. അപ്പം പി ഡാഷ് ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ A1 ആണ്. അപ്പോൾ പി ഡാഷ് ഓഫ് ആൽഫയുടെ വാല്യൂ എന്താവണം? എഫ് ഡാഷ് ഓഫ് ആൽഫ ആകണം. അപ്പം A1ന്റെ വാല്യൂ ഞാൻ എന്ത് കൊടുത്താൽ മതി? എഫ് ഡാഷ് ഓഫ് ആൽഫ എന്ന് കൊടുത്താൽ മതി. അപ്പോൾ A1ന്റെ വാല്യൂ എന്താണ്? എഫ് ഡാഷ് ഓഫ് ആൽഫ. ഈ സ്റ്റെപ്പ് നിങ്ങൾ ഒന്നുകൂടെ നോക്കുക. നമ്മൾ ചെയ്യുന്നത് ആദ്യം പി എഫ് എക്സ് ഉണ്ട്, പി ഡാഷ് ഓഫ് എക്സ് കാണുക. നിങ്ങൾ ജസ്റ്റ് പി ഡാഷ് ഓഫ് എക്സ് എന്താണെന്ന് എഴുതി നോക്കുക. എക്സിന് പകരം ആൽഫ എന്ന് കൊടുക്കുക. എക്സിന് പകരം ആൽഫ എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് പി ഡാഷ് ഓഫ് ആൽഫ ഈക്വൽ ടു ഇങ്ങനെ കിട്ടും. പി ഡാഷ് ഓഫ് ആൽഫ ഈക്വൽ ടു A1 എന്നാണ് കിട്ടുക. അപ്പോൾ നിങ്ങൾ പി ഡാഷ് ഓഫ് ആൽഫയും എഫ് ഡാഷ് ഓഫ് ആൽഫയും സെയിം ആകണമെങ്കിൽ ഞാൻ A1ന്റെ വാല്യൂ എന്ത് എടുക്കണം? എഫ് ഡാഷ് ഓഫ് ആൽഫ എന്ന് എടുക്കണം. ഇപ്പോൾ ഞാൻ ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്തു അല്ലേ? എന്നിട്ട് എക്സിന് പകരം ആൽഫ എന്ന് കൊടുത്തു. ഇതേപോലെ നിങ്ങൾ ഇനി ഇത് എഴുതി നോക്കുക. പി എഫ് എക്സിനെ 2 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എക്സിന് പകരം നിങ്ങൾ എന്ത് കൊടുക്കുക? ആൽഫ എന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുക നമുക്ക് കിട്ടുക പി ഡബിൾ ഡാഷ് ഓഫ് ആൽഫ. നിങ്ങൾക്ക് 2A2 നിങ്ങൾ ചെയ്ത് നോക്കിയാലും മനസ്സിലാവും. അപ്പോൾ നമുക്ക് പി ഡബിൾ ഡാഷ് ഓഫ് ആൽഫ എന്തായിരിക്കണം? എഫ് ഡബിൾ ഡാഷ് ഓഫ് ആൽഫ ആവണ്ടേ? അപ്പം A2ന്റെ വാല്യൂ എന്ത് വേണം? E2 ഞാൻ ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ എന്ത് വരും? E2 എഫ് ഡബിൾ ഡാഷ് ഓഫ് ആൽഫ ബൈ 2. ഇനി നിങ്ങൾ എന്ത് ചെയ്യാന്നറിയാം? ആ ഇക്വേഷനെ ഒരു 3 ടൈംസ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കുക. എക്സിന് പകരം ആൽഫ എന്ന് കൊടുക്കുക. A3യുടെ വാല്യൂ ഫൈൻഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? നമ്മൾ k ടൈംസ് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് എക്സിൻ്റെ വാല്യൂ ആൽഫ എന്ന് കൊടുത്താൽ നമുക്ക് പി കെ ഓഫ് ആൽഫ എന്ന് കിട്ടും. അത് പക്ഷേ നിങ്ങൾക്ക് കിട്ടുക k ഫാക്ടോറിയൽ ഇൻറ്റു AK എന്നാണ്. നിങ്ങൾ ചെയ്ത് നോക്കിയാലും മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ AKയുടെ വാല്യൂ ഞാൻ എന്തെടുക്കണം? എഫ് കെ ഓഫ് ആൽഫ ബൈ കെ ഫാക്ടോറിയൽ എന്ന് എടുക്കണം. അത് നിങ്ങൾ A3യുടെ വാല്യൂ എന്ത് വരും? A4ന്റെ വാല്യൂ എന്ത് വരും എന്നൊക്കെ ചുമ്മാ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇൻ ജനറൽ AKയുടെ വാല്യൂ എന്ത് വരണം? നമ്മളെ പി കെ ഓഫ് ആൽഫയും എഫ് കെ ഓഫ് ആൽഫയും സെയിം ആകണമെങ്കിൽ AKയുടെ വാല്യൂ എഫ് കെ ഓഫ് ആൽഫ ബൈ കെ ഫാക്ടോറിയൽ എന്ന് വരണം. അപ്പോൾ നമ്മൾ പി എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു പോളിനോമിയൽ. അപ്പോൾ പി എന്ന് പറഞ്ഞാൽ എന്താ? ഇത്രയേ ഉള്ളൂ. പി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കണ്ടത് പ്രകാരം പി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ആദ്യം A0ന്റെ വാല്യൂ എന്തായിരുന്നു? എഫ് ഓഫ് ആൽഫ പ്ലസ് A1ന്റെ വാല്യൂ നമ്മൾ കണ്ടത് ഇങ്ങനെ എഴുതി എഫ് ഡാഷ് ഓഫ് ആൽഫ. അതിൻ്റെ കൂടെയുള്ളത് എന്താണ്? എക്സ് മൈനസ് ആൽഫ ഹോൾ റേസ് ടു 1. അടുത്തത് A2ന്റെ വാല്യൂ നമുക്ക് കിട്ടിയത് എഫ് ഡബിൾ ഡാഷ് ഓഫ് ആൽഫ എന്നായിരുന്നു. എഫ് ഡബിൾ ഡാഷ് ഓഫ് ആൽഫ ബൈ എഫ് ഡബിൾ ഡാഷ് ഓഫ് ആൽഫ ബൈ 2 ഫാക്ടോറിയൽ ആണ്. അപ്പോൾ അത് ഇൻറ്റു ഇവിടെയുള്ള ടേം ഏതാ? വേരിയബിളിൻ്റെ ടേം എക്സ് മൈനസ് ആൽഫ ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര അപ് ടു ലാസ്റ്റ് ടേം എന്താ വരിക എന്ന് വെച്ചാൽ ലാസ്റ്റ് ടേം വരിക പ്ലസ് എഫ് n മൈനസ് 1 ഓഫ് ആൽഫ. അതായത് ഇത് n-1ന്റെ വാല്യൂ ആണ്. നിങ്ങൾ ഫൈൻഡ് ചെയ്താൽ ഇത് കിട്ടും ബൈ n-1 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് മൈനസ് ആൽഫ ഹോൾ റേസ് ടു n-1. അതായത് ഈ പി ഓഫ് എക്സിൻ്റെ വാല്യൂ എനിക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ നൊട്ടേഷനിലാണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ കെ ഈക്വൽ ടു 0 ടു n-1. കാരണം ഇവിടെ n-1 ടേംസ് അല്ലേ ഉള്ളത്. ഓരോ ടേം എന്താണ്? എക്സ് മൈനസ് ആൽഫ ഹോൾ റേസ് ടു കെ. എക്സ് മൈനസ് ആൽഫയുടെ പവേഴ്സ് ആണ്. അപ്പോൾ അതിൻ്റെ കോയിഫിഷ്യൻ്റ് എന്താണെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എക്സ് മൈനസ് ആൽഫ ഹോൾ റേസ് ടു കെയുടെ കോയിഫിഷ്യൻ്റ് എഫ് കെ ഓഫ് ആൽഫ ബൈ കെ ഫാക്ടോറിയൽ ആണ്. അതാണ് നമ്മുടെ പി ഓഫ് എക്സ്. സോ നമ്മളെ തിയറത്തിൽ പറയുന്ന ഒരു പി ഉണ്ട്. പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. പി എഫ് എക്സ് എന്ന് പറഞ്ഞാൽ പി എഫ് എക്സിന് പകരം ടി എന്ന് നമ്മൾ കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പി ഓഫ് ടി ഈക്വൽ ടു സിഗ്മ. നമ്മൾ എഴുതിയ സെയിം ആൾ തന്നെ അവിടെ എക്സിന് പകരം ടി എന്ന് വന്നു. ഇനി നമ്മൾ എഫിനെ നമുക്ക് എങ്ങനെ എഴുതാം എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഉള്ളത് എഫ് എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ക്ലോസ്ഡ് ഇൻ്റർവെൽ എ, അതായത് എ തൊട്ട് ഡൊമൈനിൽ എ തൊട്ട് ബി വരെയാണ് എഫ്. അവിടെയുള്ള ഒരു ആൽഫയിലാണ് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി പറഞ്ഞത്. എഫ് ഓഫ് ആൽഫ പി ഓഫ് ആൽഫ എല്ലാം ഈക്വൽ ആവണം എന്നുള്ളത്. ഇനി ഈ എഫിൻ്റെ വാല്യൂ നമ്മൾ ബീറ്റ എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു പോയിന്റിൽ എഴുതുകയാണെന്ന് വിചാരിക്കുക. ആ പോയിന്റിലുള്ള എഫിൻ്റെ വാല്യൂ നമുക്ക് എങ്ങനെ എഴുതാൻ കഴിയും എന്നാണ് പറയുന്നത്. ആ പോയിന്റിലുള്ള എഫിൻ്റെ വാല്യൂ എഫ് ഓഫ് ബീറ്റ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ പോളിനോമിയൽ പി അതിൻ്റെ ബീറ്റയിലുള്ള വാല്യൂ പ്ലസ് ഒരു ടേം കൂടെ വരും. ആ ടേം എന്ന് പറഞ്ഞാൽ കാരണം n-1 ഡിഗ്രി അല്ലേ പി. അപ്പോൾ ഇനി nth ഡിഗ്രിയുള്ള ടേം എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് മൈനസ് ആൽഫ ഹോൾ റേസ് ടു n, അതിന് പകരം ബീറ്റ എന്ന് കൊടുത്താൽ ബി മൈനസ് ആൽഫ ഹോൾ റേസ് ടു n എന്നാണ് വരേണ്ടത് അല്ലേ. സോ നെക്സ്റ്റ് ടേം ഈ പോളിനോമിയലിലെ നെക്സ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് ആൽഫ ഹോൾ റേസ് ടു n ആണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ എക്സിന് പകരം ബീറ്റ എന്ന് കൊടുത്താൽ നമുക്ക് എന്ത് വരും? ബീറ്റ മൈനസ് ആൽഫ ഹോൾ റേസ് ടു n ഇൻറ്റു ഇവിടെ ഇതിൻ്റെ കോയിഫിഷ്യൻ എന്താണ് എന്നുള്ളതാണ് ഈ തിയറത്തിൽ മെയിനായിട്ട് പറയുന്നത്. ഈ കോയിഫിഷ്യൻ എന്ന് പറയുന്നത് എഫ് എൻ ഓഫ് എക്സ് ബൈ എൻ ഫാക്ടോറിയൽ. നമ്മൾ നേരത്തെ കണ്ട അതേ ഫോമിലുള്ള ഒരാളാണ് എഫ് എൻ ഓഫ് എക്സ് ബൈ എൻ ഫാക്ടോറിയൽ. പക്ഷേ അവിടെ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ അതാണ് ഈ തിയറത്തിൽ പറയുന്ന ഒരു പോയിന്റ്. നിങ്ങളെ എ എന്ന് പറഞ്ഞാൽ എയുടെയും ബിയുടെയും ഇടയിലാണ് ആ വരുന്നത് ഈ ഫംഗ്ഷൻ വരുന്നത്. അവിടെ ആൽഫ എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ട്, ബീറ്റ എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ട് അല്ലെ. ബീറ്റയിലുള്ള നമ്മൾ പി ഓഫ് ആൽഫയും എഫ് ഓഫ് ആൽഫയും ഈക്വൽ ആവുന്ന രീതിയിലാണ് പി എ കൺസ്ട്രക്ട് ചെയ്തത്. ഇനി എഫിൻ്റെ ബീറ്റയിലുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ ഇത് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഈക്വേഷനിലുള്ള ആളായിരിക്കും എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു എഫ് എൻ ഓഫ് എക്സ് ബൈ എൻ ഫാക്ടോറിയൽ ഉണ്ട്. അവിടെയുള്ള എക്സ് എന്ന് പറഞ്ഞാൽ ഈ ആൽഫയുടെയും ബീറ്റയുടെയും ഇടയിലുള്ള ഒരാളായിരിക്കും എക്സ് എന്നാണ് പറയുന്നത്. ആൽഫയുടെയും ബീറ്റയുടെയും ഇടയിലെ ഒരാളായിരിക്കും എക്സ്. സോ ഞാനിപ്പോൾ ഈ തിയറത്തിനെ കുറിച്ചിട്ട് കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് പറഞ്ഞു. നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഈ വീഡിയോ കണ്ടിട്ട് ഒന്നുകൂടെ നിങ്ങൾ ഈ ഒരു തിയറം വായിച്ച് നോക്കുക. കാരണം ഒറ്റയ്ക്ക് നിങ്ങൾ തിയറം വായിച്ചാലും നിങ്ങൾക്ക് ഈ തിയറത്തിനെ കുറിച്ചിട്ട് കാര്യമായിട്ടൊന്നും മനസ്സിലാവില്ല.
സോ ഈ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ വേണം. എഫ് എന്ന് പറഞ്ഞ ഏതോ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിനൊരു പോളിനോമിയൽ, അത് പോളിനോമിയൽ ആകണമെന്നില്ല, പക്ഷേ അതിനൊരു പോളിനോമിയലിൻ്റെ രീതിയിൽ നമുക്ക് എഴുതാൻ കഴിയും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിന് വേണ്ടിയിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ആൾക്കാരാണ് അവിടെ വരുന്ന പി ഓഫ് എക്സ് അല്ലെങ്കിൽ പി ഓഫ് ടി തിയറത്തിലുള്ളത്. പിന്നെ എഫിൻ്റെ ബീറ്റയിലുള്ള വാല്യൂവിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ കഴിയും എന്നാണ് തിയറം പറയുന്നത്. അത് പിയുടെ ബീറ്റയിലെ വാല്യൂ പ്ലസ് ഒരു ടേം കൂടി ഉണ്ട്. ഇവിടെ ഈ കോയിഫിഷ്യൻറ്റിൽ ഒരു എക്സ് ഉണ്ട്, ആ എക്സ് എന്ന് പറഞ്ഞാൽ ആൽഫയുടെയും ബീറ്റയുടെയും ഇടയിലുള്ളതായിരിക്കും എന്നാണ് പറയുന്നത്. സോ നിങ്ങൾ ഈ ഒരു തിയറം കൃത്യമായിട്ട് വായിച്ച് നോക്കുക, ഈ പോയിന്റ്സ് മനസ്സിലാക്കിയ ശേഷം. ഇത് ടെക്സ്റ്റിലുള്ള തിയറം, ടെയ്ലേഴ്സ് തിയറം എന്ന് പറഞ്ഞിട്ടുള്ളതാണ് 5.15.